അമേരിക്കൻ മലയാളി സമൂഹത്തില് നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷത്തോട്ട് നമ്മൾ പിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 10-ലധികം മലയാള പ്രസിദ്ധീകരണങ്ങളും ഏതാണ്ട് 4 ചാനലുകളും 4 മലയാളം ചാനലുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് എന്താണ് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുതരുന്നത്? നമ്മുടെ ഭാഷ, നമ്മുടെ മലയാള ഭാഷ, നമ്മുടെ സംസ്കാരം നമ്മളിലോട്ട് എത്തിക്കുകയാണ് അതിലൂടെ അവര് ചെയ്യുന്നത്. ഒരു എഴുത്തുകാരനാകുന്ന എപ്പോഴാണ്? അവരെഴുതുന്ന അവന്റെ കാവ്യം അല്ലെങ്കിൽ അവന്റെ രചന, അവന്റെ കഥകള് ജനങ്ങളിലോട്ട് എത്തുമ്പോഴാണ്. അവന്റെ ആശയങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവന്റെ മെസ്സേജ് ജനങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു എഴുത്തുകാരനായിട്ട് മാറുന്നത്. അതിലെല്ലാം മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, മാധ്യമങ്ങള് ഇവിടെ എഴുത്തുകാരനും ജനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു ചാലകമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങളില്ലെന്നുണ്ടെങ്കിൽ എഴുത്തുകാരന്റെ കാവ്യങ്ങളോ രചനകളോ ഒന്നും തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, മാധ്യമങ്ങള് സാഹിത്യ വാസനകളെ മാത്രമല്ല വളർത്തുന്നത്, ഒരു ജനസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് പോലും മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സംഗതിയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സഹോദരൻ അയ്യപ്പൻ, ഇവരെല്ലാം ചെയ്തത് എന്താണ്? അവരുടെ മാധ്യമങ്ങളിലൂടെ തൂലിചലിപ്പിച്ച് അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ദുർഭരണത്തിനെതിരെ, അല്ലെങ്കിൽ CPയുടെ കാലത്തെ കാട്ടാള ഭരണത്തിനെതിരെ ജനങ്ങളെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തികളാണ്, മാധ്യമ ഉടമകളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഭാഷ വളർത്താൻ മുഖ്യ പങ്ക് മാധ്യമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നല്ല ഭാഷ അറിയാവുന്നവനെ നല്ലൊരു എഴുത്തുകാരനാകാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു എഴുത്തുകാരനാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ചലനങ്ങൾ, സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഒരു മനസ്സിലാക്കണം. സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവരെഴുതുന്ന അവരുടെ കാവ്യങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകത്തുള്ളൂ. സോ ഇതിനെല്ലാം മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈം 3 മിനിറ്റ് കഴിഞ്ഞു. എങ്കിലും ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചത്. ലാനയുടെ ഇത്രയും മനോഹരമായി ഇത്രയും ജനങ്ങൾ പങ്കെടുക്കുമെന്ന് എന്റെ മനസ്സിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇത്രയും മനോഹരമായി ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിൽ നിന്നും എല്ലാം തന്നെ ലാനയുടെ പ്രവർത്തകർ, ഇവിടുത്തെ ഷിക്കാഗോ സാഹിത്യവേദിയുടെ പ്രവർത്തകർ എല്ലാം തന്നെ പങ്കെടുത്ത് ഇത്രയും മനോഹരമായ ഒരു കൺവെൻഷൻ നടത്തുവാൻ ഈ ലാനയുടെ പ്രവർത്തകർ എടുത്ത താല്പര്യത്തിന് എല്ലാ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഷാജിൻ ആനിത്തോട്ടം, ഒരു കാര്യം എനിക്ക് വിസ്മരിച്ചുകൂടാ. ഷിക്കാഗോ സാഹിത്യവേദി ഇവിടെ പലരും സൂചിപ്പിച്ചു, കഴിഞ്ഞ 135 സാഹിത്യവേദികൾ ഇതുവരെ നടത്തി കഴിഞ്ഞു. അതില് ഏറ്റവും മുൻകൈയായിട്ട് നിൽക്കുന്ന ജോൺ എലക്കാട്ട് സാർ, അതുപോലെ തന്നെ മറ്റ് ഷിക്കാഗോ സാഹിത്യവേദിയുടെ പ്രവർത്തകർ ജോസ് പുല്ലാപ്പള്ളി സാർ, സൈമൺ മഴകഞ്ചേരി സാർ തുടങ്ങിയ ഒട്ടനവധി, അരുൺ നായർ, അനിൽലാൽ, ഇവരെല്ലാം, ഷാജനാനിത്തോട്ട്, ഇവരെല്ലാം ഈ ലാനയുടെ ഈ ഇത്രയും മനോഹരമായ ഈ കൺവെൻഷൻ ഇന്നും നാളെയുമായിട്ട് നടത്തുവാൻ അവരെടുത്ത താല്പര്യത്തിന് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു വെരി മച്ച്.